ആര്യന്റെ എവിക്ഷൻ ഒരു അൺഫെയർ ആണെന്ന് തോന്നുന്നുണ്ടോ? നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. അത് ലാലേട്ടനും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ എപ്പോഴും ഈ ആര്യന്റെ ഒരു എവിക്ഷനോട് കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ സീസണിലും ദർ ഇസ് എ പാറ്റേൺ. അതായത് ഓരോ സീസണിലും ഫിനാലെ ആവുന്നതിന് മുമ്പേ ടോപ്പ് 5 ഷുവർ ഷോട്ട് ഒരാളെ എവിക്റ്റ് ആവുന്നുണ്ട്. എൻ്റെ സീസണിൽ എനിക്ക് തോന്നുന്നു വിഷ്ണു ഔട്ടായി. അതിനു മുമ്പേ എനിക്ക് തോന്നുന്നു ഗബ്രി അതുപോലെ സിജോ ഒക്കെ ഔട്ടായിട്ടുണ്ട്. അപ്പം ഷുവർ ഷോട്ട് 5 വരും എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന്, അപ്പോൾ അവർ TRP പെട്ടെന്ന് കുത്തനെ കയറും. മനസ്സിലായില്ലേ? അപ്പം അതൊരു സ്ട്രാറ്റജി ആവാം. അപ്പം അതൊന്നും നമുക്കറിയില്ല. ഞാൻ ഡൗട്ടാണ് ഞാൻ പറയണത്, എനിക്കതിലൊരു ഉറപ്പില്ല. ബട്ട് ഒരു പാറ്റേൺ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വിച്ച് ഇസ് വെരി ലൈക്ക് ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. ബിക്കോസ് അവൻ ഇത്രയും കഷ്ടപ്പെട്ടു. എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു ടോപ്പ് 5 വരാൻ, അല്ലെങ്കിൽ ഒരു ടോപ്പ് 2 ടോപ്പ് 3 വരാൻ ഡെഫിനറ്റ്ലി വിന്നിങ് ഓർ ലൂസിങ് അത് എനിക്കറിയത്തില്ല. പക്ഷേ ടോപ്പ് 5 വരാനുള്ള എല്ലാ ഒരു ഇതും അവനുണ്ടായിരുന്നു. ആര്യനും പറഞ്ഞിരുന്നു അവൻ ഷോക്കിങ്ങിലായിപ്പോയി. അവനെ ഇന്നലെയാണ് ഞാൻ കാണുമ്പോൾ അവന് ഭയങ്കര മാറ്റം കേട്ടോ. നമ്മളെല്ലാവർക്കും ഒരു ഇത് തുള്ളിച്ചാടി നടക്കുന്ന ഒരു ഹാപ്പി ബബിളായിരുന്നു അവൻ. പക്ഷെ പെട്ടെന്ന് അവനൊരു ഭയങ്കര എന്താ പറയുക ഒതുങ്ങിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത് മേ ബി അത് ആ ബിഗ് ബോസ് ഇത്രയും ദിവസം 85 ഡേയ്സ് നിന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആവാം. മെച്യൂരിറ്റി വന്നു. മാത്രമല്ല അവൻ ഭയങ്കര വിനയം. അതായത് ഭയങ്കര വിനയം. ഒരു എനിക്ക് തോന്നുന്നു മേ ബി ലാലേട്ടൻ്റെ അടുത്ത് ആ റെസ്പെക്റ്റ് കൊടുത്ത് ലൈക്ക് അവൻ അങ്ങനെ ഒതുക്കി ഇങ്ങനെ ആയതായിരിക്കാം. എനിക്കറിയില്ല. ബട്ട് ഐ എം ഹാപ്പി ഫോർ ഹിം ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ്. അവൻ അത്രയും ദിവസം നിന്ന് ഇത്രയും ഒരു എൻ്റർടൈനറായിട്ടും ടാസ്ക് ഒരു ഇത്രയും ഭംഗിയായിട്ട് ടാസ്ക് മാസ്റ്ററായിട്ടും ഒക്കെ നിന്ന് കളിച്ചതിൽ ഡെഫിനറ്റ്ലി അവൻ